KSRTC ബസ്സിലെ സൗജന്യം KSRTC ബസ്സിലെ സൗജന്യം തുടങ്ങാനായിട്ട് പോവാണ്. സ്ത്രീകൾക്ക് ഫ്രീ യാത്ര വരാനായിട്ട് പോവാണ്. അപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് KSRTC ബസ്സുകളിൽ ഇങ്ങനെ സൗജന്യം കൊടുക്കരുതെന്നും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഓർഡിനറി ബസ്സുകളിലല്ലേ ഈ സൗജന്യം ഉള്ളൂ എന്ന്. പ്രധാനമായിട്ടും ഈ ഓർഡിനറി ബസ്സുകളിലല്ലേ ഈ സൗജന്യം ഉള്ളൂ എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏകദേശം 3200ഓളം ഓർഡിനറി ബസ്സുകളുണ്ട് എന്നാണ് എനിക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ ആഡും ചെയ്യാം. അപ്പോൾ കേരളത്തിൽ ഇത്രയ്ക്ക് ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളുണ്ട്, അത് സ്ത്രീകൾക്ക് സൗജന്യം കിട്ടുന്നു എന്ന് ഉള്ളത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ ഇത്രയും ബസ്സുകൾ ആളുകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഒന്നുമില്ലാത്തതിലും നല്ലതല്ലേ എന്തെങ്കിലും ഉള്ളത് എന്ന് പറയുന്ന പോലെ ഓർഡിനറി ബസ്സുകളിലെങ്കിലും ഒന്നും കിട്ടാത്ത കാലത്ത് നിന്നും ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾ യാത്ര ചെയ്യട്ടെ. കാരണം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടാനായിട്ടുള്ളൊരു പദ്ധതിയാണിത്. കാരണം ജോലിക്ക് പോകുന്നവർ ഈ പറയുന്ന ലോങ് ഡിസ്റ്റൻസിലോ സ്വിഫ്റ്റിലോ ഈ പറയുന്ന ലോങ് റൂട്ടിലോ ഒന്നും അല്ലല്ലോ ഭൂരിഭാഗം പേര് പോകുന്നത്. എല്ലാ ദിവസവും ജോലിക്ക് പോയി വരുന്ന എല്ലാവരും പോകുന്നത് ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളാണ്. അപ്പോൾ അവർക്ക് അപ്പോൾ അവർക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്? അവർക്ക് ഈ പറയുന്ന സാധാരണ ബസ്സുകളിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് വലിയ കാര്യമാണ്. അവർക്കിത് ഉപകാരപ്പെടും. പിന്നെ ഞാൻ പറയുന്ന ഒരിക്കലും ലോങ് ഡിസ്റ്റൻസുകളിൽ ഈ സൗകര്യം കൊടുക്കരുത് എന്നാണ്. കാരണം ബുക്കിംഗ് സർവീസസ് ഉള്ള വഴിയാണ് ആളുകൾ ബുക്ക് ചെയ്യുന്നത്. പുരുഷന്മാർക്കും യാത്ര ചെയ്യുന്നതാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ബുക്കിംഗ് സെറ്റപ്പിനെയും ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് കൊടുത്താൽ ബാധിക്കും. ഓർഡിനറിയാണ് കൊടുക്കേണ്ടത്. കാരണം ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഓർഡിനറി ബസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും, കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ. പിന്നെ മെൻസ് അസോസിയേഷൻ സ്ത്രീകൾക്ക് മാത്രമുള്ളെന്ന് പറഞ്ഞു വരുന്നത്. കിട്ടുന്നവർക്ക് കിട്ടട്ടെ, ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. സ്ത്രീകൾ കുറേ ആൾക്കാർ രാവിലെ ഈ പറയുന്ന കമ്പനി ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ വീടുകളിൽ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട്, അവർക്ക് ഉപകാരപ്പെടട്ടെ. ഇപ്പോൾ ബാക്കി സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്കൊന്നും പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് പ്രിയദർശിനി സ്കീം വേണ്ട എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. എന്തായാലും സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ, സർക്കാർ ഒരു പദ്ധതിയായിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഒരു മാസത്തെ പ്രോസസ്സിൽ തന്നെ ഇതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സർക്കാർ സഹായം KSRTCക്ക് കൊടുക്കുമെന്ന് തോന്നുന്നു. കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ KSRTCക്ക് സൗകര്യം കൊടുക്കുമെന്നും KSRTC അതിനുള്ള ഫെസിലിറ്റി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് KSRTCയെ മറ്റൊരു തലത്തിൽ ബാധിക്കത്തില്ല, സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കില്ല. കാരണം സർക്കാരല്ലേ കൊടുക്കുന്നത്. പിന്നെ പെൻഷൻ കൊടുക്കുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു നാട്ടിൽ ബസ് യാത്രയും കൊടുക്കാം. മറ്റു രീതികളിൽ നിന്നും മറ്റു വഴികളിൽ നിന്നും ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ കൊടുക്കുന്ന ഇപ്പോൾ 5 വർഷം കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന പോലെ പെൻഷൻ കൂട്ടിയില്ലേ, പെൻഷൻ കൂട്ടുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല. പക്ഷേ ജനങ്ങൾക്ക് ഒരു വെൽഫെയർ സ്കീം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്കീം ചെയ്യുന്നു എന്നുള്ളത്. ആ സെയിം സാധനം ബസ് കൊടുക്കുമ്പോൾ വരും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കർണാടക എന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ബസ് സൗകര്യം ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള സ്റ്റേറ്റാണ്. എനിക്കൊന്ന് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്ക് കൂടെ ഇതിപ്പോൾ ആക്കാനായിട്ട് പോകാണെന്ന് തോന്നുന്നു. ബസ് സൗകര്യം, ബസ് യാത്ര ഓൾറെഡി ഇവിടെ ഫ്രീ ആണ്. അതുപോലെ ഇവിടെ ഇത്ര നാളെ എനിക്കൊന്ന് വലിയ ഭൂകമ്പമൊന്നും ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. 2 സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യത്യാസമായിരിക്കാം, പക്ഷേ ഇവിടെ ഇതുവരെ അതുകൊണ്ടൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത് മറ്റൊരു ടോപ്പിക്കോടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കേരള സഹകരണം എന്ന് പറയുന്നത്. ഇവിടെ കുറേ ആൾക്കാർ കേന്ദ്രമായിട്ട് മൊത്തത്തിൽ ഉടക്കി നിൽക്കേണ്ട കാര്യമില്ല. കേന്ദ്രമായിട്ട് സഹകരിച്ച് പോകാവുന്ന കാര്യങ്ങൾ സഹകരിച്ച് പോകാമെന്ന് പറയുന്നത് അവരുടെ നയങ്ങളെ എതിർക്കണ്ട. അപ്പോൾ അവർ വർഗീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ, ജനവിരുദ്ധ നടപടികൾ എടുത്താൽ എതിർക്കണം. അതേസമയം കൈ കൊടുത്തു പോകേണ്ട സാഹചര്യങ്ങൾ. നമ്മൾ ഓപ്പൺ വാർ എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതല്ല. പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, സ്റ്റേറ്റിൽ പദ്ധതികൾ ചെയ്യണമെങ്കിൽ, വെൽഫെയർ സ്കീമുകൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊജക്ട്സ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എയ്ഡ് വേണം, കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല റിലേഷനിൽ പോകുന്നതിന് എന്താണ് തെറ്റ്? വെൻ ദേ ആർ റോങ്, ക്രിട്ടിസൈസ് ദം. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ചു പോകുക, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ചു പോകുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കീമെന്ന് പറയുന്നത്. ഈ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നലത്തെ ദിവസം ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KSRTC ബസ്സിൽ സൗജന്യം കൊടുക്കുന്നത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. അതോടൊപ്പം തന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് കൊടുക്കാതിരിക്കുക. കാരണം ലോങ് ഡിസ്റ്റൻസ് കൊടുക്കാത്തത് തന്നെയാണ് നല്ലത്. ചെറിയ യാത്രയാണ് സ്ത്രീകൾ ചെയ്യുന്നത്. കേരള സഹകരണം അത്യാവശ്യമാണ്. അത് ചെയ്യേണ്ടിടത്ത് ചെയ്യുകയും എതിർക്കേണ്ടിടത്ത് എതിർക്കുകയും ചെയ്യും.